ഓക്കെ. തീർച്ചയായിട്ടും ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഈ ഒരു നഗരം, ഈ ഒരു സ്ഥലം ഇദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ഭയങ്കര ലിങ്ക്ഡാണ്. എനിക്ക് തോന്നുന്നു സ്കൂൾ കാലഘട്ടത്തിൽ ഒരു വലിയൊരു ശതമാനം ഇവിടെ ആയിരുന്നില്ലേ? അപ്പം ആ ഒരു മെമ്മറീസ് എങ്ങനെയാണ്? ഒരുപാട് വർഷത്തെ മെമ്മറീസ് അല്ലേ, ഒരുപാട് നാടല്ലേ. കുട്ടിക്കാലം മുതൽ ഞങ്ങളൊക്കെ വളർന്ന സ്ഥലമാണ്. തിരുവനന്തപുരത്ത് പൂജപ്പുരയായിരുന്നു കുറേ നാൾ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കരമനയായിരുന്നു അച്ഛൻ്റെ വീട്. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ പുതിയൊരു വീട് കരമനയിൽ വെച്ചു, അവിടെ താമസിച്ചു കുറേ കൊല്ലം. പൂജപ്പുര സെൻറ്റ് മേരീസിൽ പഠിച്ചു കുറച്ച് കാലം. അതിനുശേഷം സൈനിക സ്കൂളിൽ ജോയിൻ ചെയ്തു കഴക്കൂട്ടത്ത്. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ സ്ഥിരം ചുറ്റിക്കറങ്ങിയിരുന്നൊരു ഏരിയയാണ്. പക്ഷെ അന്നൊന്നും ഈ ഏരിയ ഇങ്ങനെ ആയിരുന്നില്ല, മാറിപ്പോയി, ഭയങ്കരമായിട്ട് മാറിപ്പോയി. പണ്ട് ശരിക്കും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന ടീച്ചർ പറയായിരുന്നു, നമുക്ക് ആ റോഡ് വീഞ്ചക്കൽ കഴിഞ്ഞ് ആ റോഡിൽ ഇപ്പോൾ അവിടെ വണ്ടികൾ അധികം ഉണ്ടാവില്ല, അവിടെ കുറച്ച് നേരം ഓടിക്കാൻ തുടങ്ങി. ഇപ്പോൾ അതാണോ അവസ്ഥ? പോകാൻ പറ്റില്ല, മെട്രോ സിറ്റി പോലെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് കുട്ടിക്കാലം. പിന്നീട് സിനിമയിൽ വന്നതിന് ശേഷവും എൻ്റെ സിനിമകൾക്കും എൻ്റെ കഥാപാത്രങ്ങൾക്കും ഏറ്റവും കൂടുതൽ അംഗീകാരവും സപ്പോർട്ടും നൽകിയിട്ടുള്ള സിറ്റി ട്രിവാൻഡ്രമാണ്. അത് ഏത് സിനിമ എടുത്താലും, ഇപ്പോൾ ആമീനാണെങ്കിലും അതുപോലെ ഈ അടുത്ത കാലത്താണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും ഈ സിനിമകൾക്കൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയൊരു റെസ്പോൺസ് ഗംഭീരമാണ്. ആൻഡ് താങ്ക് യു ട്രിവാൻഡ്രം ഫോർ എവറിത്തിങ്. ഓക്കെ. തീർച്ചയായിട്ടാ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പോൾ രാജുവേട്ടൻ രാജമൗലി പടത്തിൽ അഭിനയിക്കുകയാണ്, ഇന്ദ്രത്തേട്ടൻ അനുരാഗ് കശ്യപ് പടത്തിൽ അഭിനയിക്കുകയാണ്. അടുത്ത ഹിന്ദി മൂവി വരികയാണ് ബന്ദർ അല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? ഹിന്ദി സിനിമ വരികയാണ്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചത് ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ. എന്ന് കൺഫേംഡ് ആയിട്ടില്ല, പക്ഷേ അങ്ങനെയാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അനുരാഗ് കശ്യപിനോട് വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആരാധിക്കുന്നൊരു സംവിധായകനാണ്. ഗാങ്സ് ഓഫ് വാസേപൂറൊക്കെ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു സംവിധായകൻ്റെ കൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അനുരാഗിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ് ഈ സിനിമ എന്ന് ഞാൻ പറഞ്ഞു. ബോബി ദിയോളും ഞാനും സാനിയ മൽഹോത്രയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പേര് ബന്ദർ എന്നാണ്. സിനിമ ഇപ്പോൾ ടൊറോണ്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്തു. റിലീസ് ആസ് ഇറ്റ് ഇസ് ഫെബ്രുവരിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.